അവിടെ അനധികൃതമായിട്ട് ജനവാസ മേഖലയിൽ ഒരു കോറി വരാൻ പോവുകയാണ്. ഇപ്പോൾ ചാലിയാർ പുഴയുടെ ആരംഭ സ്ഥലമാണ് ഈ പറയുന്ന കോറി പ്രദേശം. രണ്ടാമത്തത് സർക്കാർ DDMA റെഡ് സോണായി പ്രഖ്യാപിക്കപ്പെട്ട സ്ഥലമാണ്. അത്തരം പ്രകൃതി ദുരന്ത മേഖല എന്നുള്ള നിലക്ക് 2-2 കുഴി പോലും മഴക്കുഴി പോലും തൊഴിലുറപ്പിൻ്റെ ഭാഗമായിട്ട് എടുക്കാൻ പറ്റാത്തൊരു സ്ഥലത്താണ് വളരെ ഭീകരമായ രൂപത്തിൽ ഒരു കോറിക്ക് പ്രവർത്തനം അനുമതി നൽകിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒരു ജനവാസ മേഖല എന്നുള്ള നിലക്ക് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വത്തിനും വേണ്ടിയിട്ട് എല്ലാ സർക്കാർ അധികൃതരെയും ഞങ്ങൾ സമീപിച്ചിട്ടുണ്ട്. എന്നിട്ടും അവർ അതൊക്കെ അതിജീവിച്ചുകൊണ്ട് ഇപ്പോൾ അവിടെ ഒരു കോറിയുടെ പ്രവർത്തനം ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്നലെയും അവരിതുപോലെ എല്ലാ നിലക്കും വന്നു. അവർ 8-9 സ്ഥലങ്ങളിൽ അവർ കുഴിയെടുത്തു. 2.5-3 മീറ്റർ ആഴത്തിലാണ് അവർ പാറ തുളച്ച് കുഴിയെടുത്തിട്ടുള്ളത്. അതൊരു സ്ഫോടനമായി നടക്കുകയാണെങ്കിൽ ആ നാട് പിന്നെ അവിടെ നിലനിൽക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രാജ്യത്ത് അവിടെ ആ നാടിൻ്റെ നിലനിൽപ്പിനും അടുത്ത തലമുറയുടെ സുരക്ഷിതത്വത്തിനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ സമരത്തിനിറങ്ങിയിട്ടുള്ളത്. സർക്കാരിൻ്റെയും ഒരു പ്രാഥമിക ഗവൺമെൻറ് നിലയ്ക്ക് പഞ്ചായത്തിൻ്റെയും ഇപ്പോൾ അടുത്ത 26-ാം തീയതി അവരുടെ ലൈസൻസിൻ്റെ കാലാവധി തീരാൻ പോവുകയാണ്. അപ്പോൾ ഈ കാലാവധി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കാരണവശാലും പഞ്ചായത്ത് ആ ലൈസൻസ് പുതുക്കി കൊടുക്കാൻ പാടില്ല എന്നുകൂടിയാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ അടുത്ത 21-ാം തീയതി പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തുന്നത്. കാര്യമായിട്ട് പ്രത്യക്ഷത്തിൽ ആ കുന്നിൽ താമസിക്കുന്ന 100ഓളം കുടുംബങ്ങളെ ഏറ്റവും പ്രത്യക്ഷത്തിൽ ഇത് ബാധിക്കും. അത് മാത്രമല്ല, അതോടനുബന്ധിച്ചുള്ള റോഡുകൾ ഇടുങ്ങിയ റോഡുകളാണ്. ചുറ്റുഭാഗത്തുള്ള വീടുകൾക്കും അടുത്ത് കുട്ടികളും മദ്രസയിലും 3 പള്ളികൾ 2 അമ്പലങ്ങളൊക്കെ ഉള്ള പരിസരത്തുള്ള പ്രദേശമാണിത്. അപ്പോൾ നിരന്തരമായി പ്രായമുള്ളവരും രോഗികളുമായുള്ള ആളുകൾ പോകുന്നതാണ്. വളരെ ഇടുങ്ങിയ റോഡുകളിൽ നിരന്തരമായ ടിപ്പറിൻ്റെ യാത്ര ആ നാട്ടിലെ ജനങ്ങളെ സ്വൈരജീവിതത്തിനെ തന്നെ ബാധിക്കുന്ന രൂപത്തിലേക്കാണ് പോകുക. എന്താണ് നിലവിലെ ഇപ്പോൾ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എന്താണ് സമരമായിട്ട് ഇപ്പം? ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 2 നില ജനകീയമായിട്ടും നിയമപരമായിട്ടുള്ള പോരാട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹൈക്കോടതിയിൽ അവർ ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് സമ്പാദിച്ച വിധിക്കെതിരെ അവർ സിംഗിൾ ബെഞ്ചിൽ നിന്ന് നേടിയ വിധിക്കെതിരെ ഡിവിഷൻ ബെഞ്ചിനെ നമ്മൾ സമീപിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നിയമ പോരാട്ടങ്ങൾ നടക്കുകയാണ്. അടുത്ത 12-ാം തീയതിക്കാണ് കേസ് നീട്ടിവെച്ചിട്ടുള്ളത്. അപ്പോൾ 12-ാം തീയതി കോടതി എന്ത് പറയുന്നത് നമ്മൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണ് സമരം? സമരം 21-ാം തീയതി പഞ്ചായത്തിലേക്ക് മാർച്ച് തീരുമാനിച്ചിട്ടുണ്ട്.